നിങ്ങളെ കൂട്ടത്തിൽ കുറെ ആൾക്കാർ ഹജ്ജിനും പുറത്തൊക്കെ പോണില്ലേ, അവിടെ ചെന്നിട്ട് നിങ്ങൾ ജുമസ്കരിക്കോ അതല്ലെങ്കിൽ എങ്ങനെ ലൂറസ്കരിക്കോ, ഇനി നാട്ടിൽ വന്നിട്ട് മടക്കിസ്കരിക്കോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. പ്രിയമുള്ളവരെ, സോഷ്യൽ മീഡിയയിൽ ഒരു സഹോദരൻ അദ്ദേഹം സലഫികൾക്ക് അല്ലെങ്കിൽ മുജാഹിദുകൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യം എന്ന് പറഞ്ഞിട്ട് വലിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ചില വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തെ ഒരു ചോദ്യം നമുക്കൊന്ന് കേൾക്കാം. ഒരു സംശയം, നിങ്ങളെ കൂട്ടത്തിൽ കുറെ ആൾക്കാർ ഹജ്ജിനും പുറത്തൊക്കെ പോണില്ലേ, അവിടെ ചെന്നിട്ട് നിങ്ങൾ ജുമസ്കരിക്കോ അതല്ലെങ്കിൽ എങ്ങനെ ലൂറസ്കരിക്കോ, ഇനി നാട്ടിൽ വന്നിട്ട് അത് മടക്കിസ്കരിക്കോ, അതിന്റെ മസല ഒന്ന് പറഞ്ഞു തരുമോ? ഹജ്ജിനും ഉംറയ്ക്കും ലോകത്തിൻ്റെ വിവിധ നാടുകളിൽ നിന്ന് ആളുകൾ പോകുന്നുണ്ട്. വിവിധ ദേശക്കാർ, വിവിധ ഭാഷക്കാർ, വിവിധ വർണ്ണക്കാർ എല്ലാവരും സമ്മേളിക്കുന്ന ഒരു വിശുദ്ധ ഗേഹമാണ് കഅബാലയം എന്നുള്ളത്. അതുപോലെ തന്നെ മദീനയിലും സന്ദർശിക്കാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ ഖുതുബ സ്വാഭാവികമായും അവിടെയുള്ള നാട്ടുകാരാണ് ഖുതുബ നടത്തുന്നത്. അധിക ആളുകളും അറബികളായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ അറബിയിലായിരിക്കും ഖുതുബ പറയുന്നത്. അത് സ്വാഭാവികമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം നിഷ്കളങ്കമായ ചോദ്യമായിരിക്കാം, നമുക്കങ്ങനെ മനസ്സിലാക്കാം. നമുക്ക് ഹുസ്നുദ്ദന്നാണല്ലോ വേണ്ടത് എന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയുമ്പോൾ, സലഫികൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു തരാം. സലഫികൾ അവിടെ ജുമഅ നിസ്കരിക്കും, അവിടെയുള്ള ഖുതുബ കേൾക്കാൻ വേണ്ടിയിരിക്കും. ഇനി എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം അവിടെ ഖുതുബ നടത്തുന്ന അറബിയിലാണ്. പോകുന്ന സലഫികളിൽ അധിക ആളുകൾക്കും അറബി അറിയണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായും മനസ്സിലാവൂല. ഖുതുബയ്ക്ക് ഇരിക്കും, നിസ്കരിക്കും. നമ്മൾ സാധാരണഗതിയിൽ എന്തൊക്കെയാണോ ജുമഅയ്ക്ക് ചെയ്യുന്നത് അത് അവിടെ നടക്കുന്നതെല്ലാം അതുപോലെ ചെയ്യാൻ ശ്രമിക്കും. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലേക്ക് കിടക്കാം. എങ്ങനെ അതിന്റെ കണക്കൊന്ന് പറഞ്ഞു നിങ്ങൾ, അറിയാത്തോട് ചോദിക്കണേ. അതിലവസാനം അദ്ദേഹം അറിയാത്തത് കൊണ്ട് ചോദിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ആ പറച്ചിലിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു ചിരിയൊക്കെ പാസ്സാക്കിയിട്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ മർമ്മം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് സലഫികൾ കേരളത്തിൽ അത് മലയാളത്തിൽ ഖുതുബ പറയുന്നു, എന്നാൽ ഉംറയ്ക്കും ഹജ്ജിനും ഒക്കെ പോകുമ്പോൾ അറബികളുടെ ഖുതുബ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് വൈരുദ്ധ്യമല്ലേ എന്നുള്ള രൂപത്തിലുള്ള സംസാരമാണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നത്. ഏതായാലും ഇതിൻ്റെ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ മൗലവിയോട് ഒന്നാമത് ചോദിക്കാനുള്ളത്, സലഫികൾ എവിടെയെങ്കിലും അറബിയിൽ ഖുതുബ പറഞ്ഞ് കേട്ടാൽ അത് നിസ്കാരം ജുമഅ ശരിയാവുകയില്ല എന്നെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ചോദ്യത്തിന് തിരിച്ചൊരു ചോദ്യമാണ്. നമ്മൾ എവിടെയും അറബിയിൽ ഖുതുബ പറഞ്ഞാൽ ഖുതുബ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞു വെച്ചത്? സമൂഹം, നമ്മുടെ ഓഡിയൻസ് ഖുതുബയ്ക്ക് മിമ്പറിൽ നിൽക്കുമ്പോൾ അവിടെ കേട്ടിരിക്കുന്നവർ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്വാഭാവികമായും ഹറം പ്രദേശത്തും അതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം അവിടെയുള്ളവർ അറബികളാണ്, അവിടെ കൂടുതൽ വരുന്നവർ അറബിയാണ്. എല്ലാ ദേശക്കാരും വരാറുണ്ട്, എല്ലാ ഭാഷക്കാരും വരാറുണ്ട്. പക്ഷേ എല്ലാ ഭാഷയിലും എല്ലാ ദേശത്തിലും വരുന്ന ആളുകൾക്കനുസരിച്ച് അവിടെ പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യാൻ കഴിയുന്നത്? ആ നാട്ടിലുള്ള ഭാഷയാണ് അവിടെ പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ അറബിയാണ്, അവിടെ ഉള്ളവർ അറബികളാണ്. അതുകൊണ്ട് അറബിയിൽ പ്രസംഗിക്കുന്നു, ഖുതുബ പറയുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലോ മലയാളികളാണ്, അറബി അറിയാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ആ രൂപത്തിൽ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ഇനി ഞാൻ മറ്റൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നമ്മുടെ നാട്ടിൽ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികൾ നമ്മുടെ പള്ളികളിൽ ഖുതുബ കേൾക്കാൻ വരുന്നുണ്ട് എന്നതുകൊണ്ട് നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഭാഷയിൽ നമ്മൾ വേറെ ഖുതുബ നടത്തുന്നുണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിലെ ഭാഷയിലാണ് നമ്മൾ ഖുതുബ നടത്തുന്നത്. എന്നതുപോലെ തന്നെയാണ് അറബി നാട്ടിൽ അല്ലെങ്കിൽ മക്കയിലും മദീനയിലുമെല്ലാം അവിടെയുള്ള ഭാഷയിലാണ് അവർ ഖുതുബ നടത്തുന്നത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയുടെ ശൈലി എന്താണ്? ഇതൊക്കെ ഒരുപാട് പറഞ്ഞതാണെങ്കിലും ഉസ്താദിന് തിരിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ തിരിഞ്ഞിട്ടും തിരിയാത്ത പോലെ അഭിനയിക്കുന്നത് കൊണ്ടോ എന്താണെന്നറിയില്ല, ഒന്നുകൂടി ജനസമൂഹത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ ജാബിർ ബിനു സമുറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബത്താനി കാന ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 2 ഖുതുബ ഉണ്ടായിരുന്നു എന്നാണ്.
കാന യജ്ലിസു ബൈനഹുമ, ആ രണ്ട് ഖുതുബയ്ക്കിടയിലും ഒന്ന് ഇരുന്ന് ഇരിക്കുമായിരുന്നു, രണ്ടാമത് ഖുതുബയ്ക്ക് വേണ്ടി എണീക്കും. പിന്നെ പറയാണ് യഖ്റഉൽ ഖുർആൻ വയുദക്കിറുന്നാസ്, ഖുർആൻ ഓതുകയും ആളുകളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ്. അപ്പോൾ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കുമല്ലോ അവിടെ ഉത്ബോധിപ്പിക്കുന്നത്. എങ്കിൽ നമ്മുടെ കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന മലയാളികൾ മാത്രം ഒരുമിച്ച് കൂടുന്ന പള്ളിയിൽ എങ്ങനെയാണ് അറബിയിൽ പറഞ്ഞാൽ ഉത്ബോധിപ്പിക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെ ഖുതുബയുടെ ഭാഷ മലയാളം തന്നെയാകണം എന്നത്, മലയാളി നാട്ടിൽ മലയാളം തന്നെയാകണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഓഡിയൻസ് എങ്ങനെയാണോ ആ ഭാഷയിലായിരിക്കണം, മലയാളം തന്നെയാകണം എന്നതല്ല, മറിച്ച് ഓഡിയൻസ് എങ്ങനെയാണോ അങ്ങനെയാകണം ഭാഷ, ഖുതുബയുടെ ഭാഷ അങ്ങനെയാകണം എന്നത് മാത്രമാണ് നമ്മൾ ഇതുവരെയും പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, അദ്ദേഹം ചോദിച്ച അതേ ചോദ്യത്തിൽ നിന്ന് തിരിച്ചു ചോദിക്കണം. നിങ്ങളും ഉംറയ്ക്കും ഹജ്ജിനും ഒക്കെ പോകുമല്ലോ. അപ്പോൾ നിങ്ങൾ ഉംറയ്ക്കും ഹജ്ജിനും ഒക്കെ പോകുമ്പോൾ, ഇപ്പോൾ റമളാനിലാണ് ഉംറയ്ക്ക് പോകുന്നതെങ്കിൽ ആദ്യത്തെ 20 ദിവസം അവിടെ 11 റക്അത്ത് അല്ലെങ്കിൽ 13 റക്അത്താണ് തറാവീഹ് നിസ്കരിക്കാറുള്ളത്. നിങ്ങളെന്താ ചെയ്യൽ? ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ കഴിഞ്ഞ റമളാനുകളിൽ ഉംറയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങളെപ്പോലുള്ള ചില ഉസ്താദുമാർ ഇവിടുന്ന് വലിയ എമൗണ്ട് ക്യാഷും വാങ്ങി ഉംറയ്ക്ക് കൊണ്ടുപോയതിന് ശേഷം ഇങ്ങനെയുള്ള തറാവീഹിൽ നിസ്കരിക്കാതെയോ അല്ലെങ്കിൽ നിസ്കരിച്ച് ബാക്കി അവിടെ തന്നെ നിസ്കരിക്കുകയോ അല്ലെങ്കിൽ സ്ത്രീകളെ തീരെ പള്ളിയിൽ കൊണ്ടുപോകാതെ ഉംറ നിർവഹണം കഴിഞ്ഞതിന് ശേഷം റൂമിലിരുത്തുകയോ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഉസ്താദിനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ മക്കയിൽ അല്ലെങ്കിൽ മദീനയിൽ 11-13 റക്അത്താണ് മാക്സിമം നിർവഹിക്കാറുള്ളത് ആദ്യത്തെ 20 ദിവസങ്ങളിൽ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യും എന്നതൊരു പ്രധാന ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ സുബഹിക്ക് കുനൂത്ത് ഓതാറുണ്ട് അല്ലേ? എന്നാൽ ഉംറയ്ക്കും ഹജ്ജിനും പോകുന്ന സമയത്ത് സുബഹിക്ക് കുനൂത്ത് ഓതാറില്ല. നിങ്ങളെന്താ ചെയ്യൽ? ഇനി മൂന്നാമത്തെ ചോദ്യം എന്തെന്നറിയോ? ഈ അറബ് നാടുകളിൽ ഉംറയ്ക്കും ഹജ്ജിനൊക്കെ നിങ്ങൾ പോകാറുണ്ടല്ലോ, അപ്പോൾ മറ്റു പള്ളികളിലൊക്കെ നിങ്ങൾ പോകാറുണ്ടല്ലോ. അവിടെ എങ്ങും ഹറം 2 പള്ളികളിലെന്ന് മാത്രമല്ല മറ്റു പള്ളികളിലും കൂട്ടപ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ നിങ്ങൾ എന്താ ചെയ്യൽ? അപ്പോൾ ഇതൊക്കെ വളരെ പ്രസക്തമായ ചോദ്യമാണ്. നേരത്തെ ജുമാ ഖുതുബയുടെ ഭാഷയേക്കാൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. നിങ്ങൾ വലിയ സംഭവമാക്കി കൊണ്ടു നടക്കുന്ന, അത് ചെയ്തിട്ടില്ലെങ്കിൽ നിസ്കാരം അങ്ങ് ബാത്തിലായി പോകുമോ എന്ന് സ്വയം വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുള്ള സംഭവങ്ങൾ അവിടെ എത്തുമ്പോൾ നിങ്ങൾ മറന്നു കളയുകയാണെങ്കിൽ, അല്ലെങ്കിൽ തൽക്കാലം ചില ആളുകളൊക്കെ പറയാറുണ്ട് തൽക്കാലം ഒന്ന് മദ്ഹബ് മാറാം എന്ന് പറയുന്നത് പോലെ നിങ്ങൾ മദ്ഹബ് മാറലാണോ ചെയ്യൽ? ഏതായാലും ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രൂപത്തിലും ഭാവത്തിലുമാണ് ദീൻ അനുസരിക്കേണ്ടത്, ആചരിക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.